ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൻ്റെ നമ്മുടെ 5th ചാപ്റ്റർ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്ങിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്താൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം പഠിച്ചു വന്നോ? എല്ലാവരും പഠിച്ചോ? എങ്ങനെയുണ്ട് ഈ ക്ലാസ്? ഒരു ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞില്ലേ, അതായത് ഒരു ചാപ്റ്റർ ഫുൾ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, മനസ്സിലാകുന്നുണ്ടെന്നുള്ള. എന്നാലാണ് വീണ്ടും വീഡിയോ ഇടാൻ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കണം. ഈ പ്രാവശ്യം നമ്മൾ നമുക്ക് എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ അത്രയും പഠിക്കുക, പിന്നെ ഇന്ന് പഠിപ്പിക്കുന്ന അതും കൂടി പഠിച്ചാൽ നമ്മുടെ ഉറപ്പായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിക്കേ. Compare the flowers and fruits of mango, banana and jackfruit plants and write the differences. അതായത് നമ്മുടെ മാംഗോൻ്റെ, ബനാനയുടെ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലവേഴ്സിനെ പറ്റിയും ഫ്രൂട്ട്സിനെ പറ്റിയും അവരുടെ ഡിഫറൻസ് ഇല്ലേ? അതായത് മാംഗോൻ്റെ ഫ്ലവർ ആയിരിക്കത്തില്ല ഇപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലവർ, ബനാനയുടെ ഫ്ലവർ പോലെ ആയിരിക്കത്തില്ല ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലവർ. അപ്പോൾ ഡിഫറൻസ് കാണും ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്, ഈ 3 ഫ്രൂട്ടിലും വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മാംഗോൻ്റെ ഫ്ലവർ എങ്ങനെ ഇരിക്കുന്നത്? എന്ത് ടൈപ്പ് ഫ്ലവറാണ്? സിംഗിൾ ഫ്ലവർ ആണോ, ഇൻഫ്ലോറസൻസ് ആണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കി. അതുപോലെ തന്നെ ബനാന, പിന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കി. സിംഗിൾ ഫ്ലവർ ആണോ, ഇൻഫ്ലോറസൻസ് ആണോ? പിന്നെ ഫ്രൂട്ട്സിനെ പറ്റി ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾ പഠിച്ചതേ നിന്നല്ലേ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കിക്കേ. ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നമ്മളിത് പഠിക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ മാംഗോ. അപ്പോൾ മാംഗോൻ്റെ ഫ്ലവറിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സ്മോൾ, ബൈസെക്ഷൽ, അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഇൻ വൺ ഫ്ലവർ. ഓക്കെ, ഫ്രൂട്ട് എങ്ങനെയാണ്? സിമ്പിൾ ഫ്രൂട്ട്, സിംഗിൾ സീഡ്. നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് പഠിച്ചില്ലായിരുന്നോ? സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഓവറിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്. വേറൊരു പാർട്സിൽ നിന്നും വരാണ്ട് ഓവറിൽ നിന്ന് വരുന്നതാണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ആര്? മാംഗോ. പിന്നെ ഫ്ലവർ വളരെ സ്മോളാല്ലേ നമ്മുടെ ഇൻഫ്ലോറസൻസ് ഒക്കെ. പിന്നെ ബൈസെക്ഷൽ. കാരണം മെയിൽ ഫ്ലവറും മെയിൽ പാർട്സും ഫീമെയിൽ പാർട്സും സെയിം ഫ്ലവറിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും സെയിം ഫ്ലവറിൽ തന്നെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ബനാന. ഫ്ലവർ യെസ്, ലാർജ് ഇൻഫ്ലോറസൻസ് അല്ലേ? ബനാനയുടെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ബനാനയുടെ തേൻ കുടിക്കാറുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണോ അത്? അപ്പോൾ അതിൻ്റെ ഫ്ലവർ ആയല്ലേ, ലാർജ് ഇൻഫ്ലോറസൻസ്. ഇവിടെയാണെങ്കിലോ സ്മോൾ ഇൻഫ്ലോറസൻസ്. ഇനി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണി എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കണ്ടേ? 1. ഓക്കെ, ഇനി ഇവിടെ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഡെവലപ്സ് ഫ്രോം മെനി ഓവറീസ് ഇൻ 1 ഇൻഫ്ലോറസൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഫ്രൂട്ട് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? എന്നാലും ഒന്നും കൂടി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അംബ്രാക്കിൽ. അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതണമെന്നില്ല. ഫ്ലവർ അതിൻ്റെ സ്മോൾ ബൈസെക്ഷൽ അല്ലെങ്കിൽ ലാർജ് യൂണിസെക്ഷൽ. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ എഴുതിയാൽ മതിയേ. ഇനി ഇവിടെ നോക്കിക്കേ. ജാക്ക് ഫ്രൂട്ട്. ഇവിടെ ഫ്ലവർ സ്മോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഇൻ ലാർജ് ഇൻഫ്ലോറസൻസ്. ഫ്രൂട്ട് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്, അതായത് മെനി ഫ്ലവേഴ്സ് ജോയിൻ ടുഗെദർ ടു ഫോം 1 ബിഗ് ഫ്രൂട്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങളെന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളല്ലേ, മാംഗോ, ബനാന, ജാക്ക് ഫ്രൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിക്കളക്ട് ചെയ്ത് അത് എല്ലാം കൂടി എന്താണ് ഒന്നിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഈ എക്സാക്റ്റ് ഇതുപോലത്തെ പോയിൻറ്റ്സ് തന്നെ വേണമെന്നില്ല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓരോ എക്സാമ്പിൾസ് പഠിച്ചില്ലായിരുന്നോ, അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കോക്കനട്ട് ഈസ് നോട്ട് ട്രൂ? തെറ്റായത് ഓക്കെ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മൊണേഷ്യസ് പ്ലാന്റ്. കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. കോക്കനട്ട് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്. ആൻഡ്രോയിഷ്യം ആൻഡ് ഗൈനോഷ്യം ആർ പ്രസൻറ്റ് ഇൻ ദി സെയിം ഫ്ലവർ. നമ്മൾ ഇതോടൊപ്പം നമുക്ക് പഠിച്ചു പോവാവേ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഏതായിരിക്കും ആൻസർ വരാത്തതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച്, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാവേ. എല്ലാവരും ചിന്തിച്ചോ? നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് എ മൊണേഷ്യസ് പ്ലാന്റ്, അത് ശരിയാണ്. പിന്നെ കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്, അതും ശരിയാണ്. കോക്കനട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്, അതും ശരിയാണ്. പിന്നെ ആൻഡ്രോയിഷ്യം ആ ഗൈനോഷ്യം ആ പ്രസൻറ്റ് ഇൻ ദി സെയിം ഫ്ലവർ, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് തെറ്റായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചതാണോ ശരിയായേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് വൺസ്. ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തേക്കുന്ന? അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്. ഓപ്പോസിറ്റ് ഇവിടെ കൊടുത്തേക്കുന്ന സിംഗിൾ ഫ്രൂട്ട് ഫോംഡ് ഫ്രം സിംഗിൾ ഫ്ലവർ, മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ, more than one fruit formed from an inflorescence. These fruits combine to be a single fruit. അപ്പോൾ നമ്മൾ മൂന്നും പഠിച്ച കാര്യങ്ങളല്ലേ, അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞേ എല്ലാവരും. എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാവേ. എല്ലാവരും ചിന്തിച്ചോ? ഇവിടെ നോക്കിക്കേ, സിമ്പിൾ ഫ്രൂട്ട്, സിംഗിൾ ഫ്രൂട്ട് ഫോംഡ് ഫ്രം സിംഗിൾ ഫ്ലവർ. അതായത് എന്താണ് നമ്മുടെ സിമ്പിൾ ഫ്രൂട്ട്, ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണ്? മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്. ദീസ് ഫ്രൂട്ട്സ് കമ്പൈൻ ടു ബി എ സിംഗിൾ ഫ്രൂട്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഇത്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു എന്നേ. എല്ലാവർക്കും മനസ്സിലായോ ചാപ്റ്റർ? അപ്പോൾ പെട്ടെന്ന് തീർന്നു എന്ന് തോന്നുന്നു ഇല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ക്ലാസ് എടുത്തു? നമ്മളൊരു 7 ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 7 ക്ലാസ്സസോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും നമ്മൾ കുറച്ച് കാര്യങ്ങളല്ലേ പഠിച്ചുകൊണ്ടിരുന്ന? ഒത്തിരി ഉണ്ടായിരുന്നോ പഠിക്കാനായിട്ട്? അപ്പോൾ നമ്മളിനി അടുത്ത ദിവസം പുതിയ ചാപ്റ്ററായിട്ട് വരും. അതും നമുക്ക് ഇച്ചിരി പഠിക്കണം. എന്നിട്ട് എന്താണ്, നമുക്കിനി വരുന്ന നമ്മുടെ ഓണം എക്സാമിന് എന്ത് വാങ്ങണം? എല്ലാവരും എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ച് നോട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. പിന്നെ ക്ലാസ് മനസ്സിലാവണ്ടോ, ക്ലാസ് ഇഷ്ടമായോ എന്നുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുമോ ക്ലാസ് ഇഷ്ടമായി എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ന്യൂ ചാപ്റ്ററായിട്ട് വരാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നിപ്പോൾ വെഡ്നസ്ഡേ ആണ്, അപ്പോൾ പെൻഡിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പഠിച്ച് തീരാനുണ്ടെങ്കിൽ നിങ്ങൾ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിട്ട് അതൊക്കെ കവർ ചെയ്യുക. അത്രയും നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് മൺഡേ ഫ്രഷായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും എല്ലാവരും എന്താണ് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.